ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു ചക്കക്കുരുത്തോരൻ്റെ റെസിപ്പി നോക്കിയാലോ. എത്ര ഇഷ്ടപ്പെടാത്തവർക്കും ഈ രീതിയിലൊന്നും ഉണ്ടാക്കിയാൽ ഇഷ്ടപ്പെടും കേട്ടോ. അതിനോട് ചക്കക്കുരു നൈസായിട്ട് അരിഞ്ഞു വെക്കുക. പിന്നെ ഇഞ്ചി, പച്ചമുളക്, ചെറുള്ളി അത് അരിഞ്ഞു വെക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ വേണം. തോരനാകുമ്പോൾ തേങ്ങ വേണമല്ലോ. ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം, എണ്ണ ഒഴിക്കുക. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട കടുകിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കേട്ടോ. കടുക് നന്നായിട്ട് പൊട്ടി വന്ന ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും ചെറുള്ളിയും നല്ലതുപോലെ ചേർത്ത് വഴറ്റി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ ശകലം കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ അതൊന്ന് നന്നായിട്ട് വഴണ്ട് വരണം. നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരുന്ന ചക്കക്കുരു ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വേവാനായിട്ടുള്ള വെള്ളവും ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് നേരത്തേക്ക് നമ്മളൊന്ന് അടച്ച് വെക്കണം. ചില ചക്കക്കുരുവിന് വേവ് കൂടുതലായിരിക്കുമല്ലോ, അതുകൊണ്ടൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാവേ. അതൊന്ന് വെന്ത് നല്ല രീതിക്ക് അതിനകത്ത് നിന്ന് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ട് വരണം കേട്ടോ. അപ്പോൾ അത് നല്ല സെറ്റായി വന്നപ്പോഴത്തേക്കും നമ്മൾ ചിരവി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് നല്ലപോലെ ഇളക്കി നല്ല വറ്റിച്ചെടുത്ത് അടിപൊളി തോരനോട് റെഡിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. എൻ്റെ അമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ ഇത്. എത്ര ഇഷ്ടപ്പെടാത്തവർക്കും ഈ ഒരു രീതി വെച്ചാൽ ഇഷ്ടപ്പെടാം. ഇഞ്ചിയാണ് ഇതിൻ്റെ ഹൈലൈറ്റായിട്ട് നിങ്ങൾ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.